മിസ് സീത, നിന്റെ സൈഡ് വാദിക്കുവാൻ വക്കീൽ ആരെങ്കിലും ഉണ്ടോ? യെസ് യുവർ ഓണർ. ചക്കരെ. ഹലോ, ആരാ നീ? എവിടുന്ന് വരിക? എന്റെ പേര് രഘുറാം. സീതയുടെ കേസ് വാദിക്കാൻ വേണ്ടി വന്നതാ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇയാൾ ലോ പഠിച്ചിട്ടില്ല, ലോയറും അല്ല, ബാർ കൗൺസിൽ മെമ്പറും അല്ല. ഇയാൾ എങ്ങനെ കേസ് വാദിക്കും യുവർ ഓണർ? As per Advocates Act Section 32 clearly mentions the court may allow to appear any person before even if he or her is not an advocate. എന്ന് വെച്ചാൽ എന്റെ കേസ് എന്റെ ഫാമിലി മെമ്പേഴ്സ് ആർക്ക് വേണമെങ്കിലും വാദിക്കാം. ഇതിനു വേണ്ടി ലോ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സെക്ഷൻ 32 ഇദ്ദേഹത്തിന് അറിയായിരിക്കും സാർ. മിസ് സീത, ഇയാൾ നിന്റെ ആരാണ്? മൊറച്ചെറുക്കനാ. ചക്രം എന്നെ മുറച്ചെറുക്കണെന്ന് പറഞ്ഞു. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. മിസ്റ്റർ രഘുറാം, യു കാൻ പ്രൊസീഡ്. ചക്കരെ, ലവൊക്കെ നോക്ക്, പിന്നെ ആദ്യം കേസ് നോക്ക്. എന്താ സ്റ്റാർട്ട് ചെയ്തോളൂ, സമയം പോകുന്നു. അതെ സാർ, 10:30 മണിയായി. എല്ലാ ദിവസവും 10:30 ആവുമ്പോൾ ഞാൻ ചായ കുടിക്കും. അതോടൊപ്പം 2 ബട്ടർ ബിസ്ക്കറ്റും കഴിക്കും. പിന്നെ പച്ച ടാബ്ലറ്റും ചുവന്ന ടാബ്ലറ്റും എടുക്കും. എന്താ പറഞ്ഞേ? എല്ലാ ദിവസവും 10:30 ഞാൻ ചായ കുടിക്കും, 2 ബട്ടർ ബിസ്ക്കറ്റും കഴിക്കും. അതോടൊപ്പം ഒരു പച്ച ടാബ്ലറ്റും ചുവന്ന ടാബ്ലറ്റും കഴിക്കും. ചക്കരെ, ആദ്യം ഇത് തീർക്ക്. എന്തായാലും ഒരു അരമണിക്കൂർ ആവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒന്നല്ല, ഞാൻ നിനക്ക് 2 എണ്ണം വാങ്ങിച്ചില്ല. എനിക്ക് 2 എണ്ണം വേണ്ട, 1 എണ്ണം മതി. പക്ഷെ സമയത്തിന് വേണം. എനിക്ക് ചായ വേണം, എനിക്ക് ചായ വേണം. ചായ 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 വേണം, ചായ വേണം. എനിക്ക് ചായ വേണം, ചായ ചായ. എനിക്ക് ചായ കുടിക്കാനുള്ള സമയമായി. ചായ 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 വേണം, ചായ വേണം. എനിക്ക് ഇപ്പൊ തന്നെ ചായ വേണം. എനിക്കിപ്പോ ചായ വേണം. ചായ 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 ചായ. എന്താ ഇത്? എന്താ ഈ ന്യൂസെൻസ്? ഇത് കോടതിയോ അതോ ചന്തപ്പറമ്പോ? മറ്റാരെങ്കിലും ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാന്. ഒരു പെണ്ണായത് കൊണ്ട് നിനക്ക് 1 മണിക്കൂർ സമയം തരാം. ചെന്നൊരു പ്രോപ്പർ ലോയറുമായിട്ട് വാ. പൊയ്ക്കോ പൊയ്ക്കോ. ചായ കുടിക്കണല്ലേ? ചായ വേണമല്ലേ? ഇതാ. ചായ കുടിച്ചില്ലെങ്കിൽ ചത്തുപോവില്ലേ? ഇതാ. ആർക്ക് എന്ത് സംഭവിച്ചാലും സാല, നിനക്ക് ചായ വേണമല്ലേ? കുടിച്ചോ. നീക്ക് എന്തിനാ ജനിച്ചത്? ചത്തുകൂടെ നിനക്ക്? നീ കാരണം എന്റെ ടോട്ടൽ ലൈഫ് സ്പോയിൽ ആയത്. നിനക്ക് സമയത്തിന് ചായ കിട്ടിക്കോണം. ടോർച്ചർ ചെയ്യാൻ ഒരു നോക്കുത്തിയെ പോലെ ഇവിടെ ഞാനുണ്ടല്ലോ. നീ ജീവിച്ചിരിക്കുന്നോണ്ട് ഇവിടെ ആർക്കും യൂസ് ഇല്ല. ദരിദ്രം പിടിച്ചവനെ പോയി ചാവടാ, പോയി ചാവാൻ. എന്തായി? ലോയറിനെ കൊണ്ടുവന്നോ? യെസ് മിലോഡ്. എന്നാ തുടങ്ങിക്കോളൂ. നിക്കോ, നിങ്ങളെ ജഡ്ജി വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളൂ. യുവർ ഓണർ, എന്റെ ക്ലയന്റ് ചെക്ക് കൊടുത്തത് സത്യമാണ്. അത് ബൗൺസ് ആയതും സത്യമാണ്. പക്ഷേ ഈ കുറ്റത്തിന് നിങ്ങൾ 2 വർഷത്തെ ശിക്ഷ നൽകാതെ ഒരു പെൺകുട്ടിയാണെന്ന് പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വരുത്താൻ അപേക്ഷിക്കുകയാണ് യുവർ ഓണർ. നിങ്ങൾ എന്തേ പറയുന്നത്? ഇതാണ് കുട്ടി ബെറ്റർ. അല്ലെങ്കിൽ 2 വർഷത്തെ ശിക്ഷ മാത്രമല്ല, ഫൈനും അടയ്ക്കേണ്ടി വരും. നമുക്കിതൊക്കെ ആവശ്യമാണോ? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ കുട്ടി. According to the Negotiable Instrument Act 1881, under section 138 clearly mentions that the payee has to resubmit the check within 12 months of the date ordered if he or she denies. രഘുരാം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിയമപുസ്തകങ്ങളിലുള്ളവ തന്നെയാണ്. സീതാ മഹാലക്ഷ്മിയുടെ പേരിൽ ഇഷ്യൂ ചെയ്ത അറസ്റ്റ് വാറണ്ട് ഈ കോടതി റദ്ദ് ചെയ്യുന്നു. അദ്ദേഹം ലോ പഠിച്ചില്ലെങ്കിലും സെക്ഷൻ ഫോളോ ചെയ്തു. എതിർവക്കീലാണെങ്കിൽ ഇല്ലാത്ത ലൂപ്പുകൾ ഉണ്ടാക്കി കേസ് ജയിക്കാൻ ശ്രമിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും പ്രോപ്പർ ലോ ഫോളോ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തൊരു വാദിക്കലായിരുന്നു. ഞാൻ തന്നെ എന്റെ കേസോട് പറഞ്ഞു.
സീത എന്ന പേര് കേട്ടപ്പോ ആരായിരിക്കും ഇവക്ക് ഈ പേര് വെച്ചതെന്ന് ഞാൻ ഓർത്തതാ. അവളുടെ അടുത്ത് ശ്രീരാമനുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ പറയുന്ന കേക്ക്, ലങ്ക കത്തി നശിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടൂടെ? രാവണനുമായി ഉപമിക്കാൻ നിൽക്കരുത് കേട്ടോ. രാമൻ വില്ലെടുത്ത് സീതയെ സ്വന്തമാക്കിയതാ. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് അവളെ സഹായിച്ചിട്ട് അവളെ സ്വന്തമാക്കാൻ നോക്കിയത്. അവളെ സ്വന്തമാക്കിയതിന് ശേഷവും അവൾക്ക് എന്നെ വേണ്ട, നീ പോടാന്ന് പറഞ്ഞാല് രാമൻ പോലും എന്നെ പോലെ പ്രതികരിക്കൂ. നീ സീതയെ കൊണ്ടുവരാനെന്ന് ആഞ്ജനേയനെന്ന് ഞാൻ കരുതിയത്. എല്ലാവരും ചേർന്ന് രാമായണത്തിലെ പുണ്യകഥ അങ്ങനെ തന്നെ മാറ്റുകയാണല്ലോ. ഇപ്പൊ സീതയുടെ കൂടെയുള്ളവന്റെ പേരെന്താ? രാമൻ. എന്ന് വെച്ചവൻ സാക്ഷാൽ രാമനാണോ? ഇതെടുത്തിട്ട് അവനെ ഇല്ലാതാക്കിയേക്ക്. അത്രയും കൂടെ ഉണ്ട്. വേണ്ട സാർ, അവൻ നല്ലവനാ. നല്ലവനോ? തന്നെ പോലെയുള്ള പോലീസുകാരും എന്നെ പോലെയുള്ള രാഷ്ട്രീയക്കാരും നല്ലതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അഷ്ടോത്തരം പഠിക്കുമ്പോ ഇംഗ്ലീഷിൽ തെറി പറയുന്നത് പോലെ തോന്നും. നിങ്ങളെ ആ പെണ്ണ് ഒരു തവണ ആട്ടിയപ്പോൾ ആ ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റാതെയാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൻ അങ്ങനത്തെ ആളല്ല സാറേ. ഓ, അത് ശരി. അവക്ക് അവനോടുള്ള സമീപനം കണ്ടപ്പോ എനിക്ക് തന്നെ അവളെ ഷൂട്ട് ചെയ്യാൻ തോന്നിയതാ. എന്നെ തല്ലിയവന് ഒരു പെണ്ണിനെ തല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. എന്നിട്ട് അവനൊന്നും ചെയ്തില്ല. എന്താന്ന് വെച്ചാ അവൻ നല്ലവനാ സാറേ. എത്ര നല്ലവനാണെന്നാൽ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര നല്ലവൻ. എനിക്കവനെ കൊല്ലാൻ പറ്റില്ല സാർ. നിനക്ക് പറ്റിയില്ലെങ്കിൽ എന്റെ ആൾക്കാർ അവനിവിടെ കൊണ്ടുവരും. എടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, കൂടെ നീയും ഉണ്ടാവും. അപ്പൊ എന്റെ മകള് പറഞ്ഞതെല്ലാം ശരിയാണല്ലേ? ഫുട്പാത്തിൽ കറങ്ങുന്നവനെ ഭർത്താവാക്കിയിട്ട് അവനെ MLA ആക്കി. MLA ആകാൻ വേണ്ടിയാ ഞാൻ നിങ്ങളുടെ മരുമോനായത്. ലോജിക്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അച്ഛാ. ഈ വെറും ദരിദ്രവാസിയാന്നാ വിചാരിച്ചേ? നീ ഇത്ര നികൃഷ്ടനായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ലടാ. അറിഞ്ഞിട്ടപ്പോ എന്താ എത്ര വലുതായിട്ട് ചെയ്യാൻ പോകുന്നത്? എന്റെ പേര് ബസവരാജ് എന്നാ. റോഡ് സൈഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു മാടായിരുന്നുണ്ട്. കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തുകൊണ്ടാ ഇത്രയും ഭംഗി. ശിവന്റെ മുന്നിൽ നിന്നാ നന്ദി എന്ന് പറയും. എവിടെയാണെങ്കിലും പേരിൽ മാറ്റം ഉണ്ടാവാം, പക്ഷെ രൂപം മാറില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെയാ. സ്ഥലത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? എന്റെ ശ്രീമതിങ്ങ് വന്നേ. നിന്റെ അച്ഛൻ വന്നതല്ലേ, നല്ല ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ മരുമോൻ ബഹുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയും. അപ്പോ ആ പെൺകുട്ടിയെ നീ വീടില്ലെന്നാ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ മകളെ ഞാൻ ഒഴിവാക്കാതെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞതല്ലേ ശരി. ഞാൻ പറഞ്ഞതിന് മറുപടി പറയേ. നിങ്ങളുടെ ഈ സൈലൻസ് എനിക്ക് ഇഷ്ടമല്ല. ലങ്ക വിട്ട വിഭീഷണനെ പോലെ പോവുക ഞാൻ. രാമൻ എന്തോ ആപത്ത് വരുന്നെന്ന് തോന്നുന്നു. നീ എത്രയും പെട്ടെന്ന് ഹൈദരാബാദിലേക്ക് പോകണം. ശരി ബാബ. ഏയ് റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് താ. അടിക്ക്. ആ ഇങ്ങോട്ട്. അങ്ങനെ തന്നെ. എന്റെ അച്ഛനും നിങ്ങളും കൂടിയല്ലേ ചേർന്ന് പ്ലാൻ ചെയ്തത് എന്നെ തോൽപ്പിക്കാനായിട്ട്. ഇപ്പൊ എങ്ങനെ ജയിച്ചു എന്ന് അറിയാൻ വന്നതാണോ? അല്ല, ആ കേസ് ജയിപ്പിച്ചവനെ ഒന്ന് കാണാന്ന് വെച്ച് വന്നതാ. ശരി, താഴെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കായിരിക്കും. ചെന്ന് കണ്ടോളൂ, എനിക്ക് സമയമില്ല. ഞാൻ പറയുന്നത് കേട്ടാ, അതിനുശേഷം സമയമില്ല എന്നൊരു വാക്ക് തന്നെ നീ പറയേയില്ല. നിന്റെ കേസ് ജയിപ്പിച്ചില്ലേ? അവൻ ജനിച്ചപ്പോ തൊട്ട് തന്നെ വിജയിച്ചോണ്ടിരിക്കുന്നു.